നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് വിശദമായി ആദ്യം തദ്ദേശ വാർത്തകളിലേക്കാണ്. വിമത പേടിയിൽ മുന്നണികൾ. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ മുന്നണികളെ പ്രതിസന്ധിയിലാക്കി വിമത സ്ഥാനാർത്ഥികൾ. ആലപ്പുഴ രാമങ്കരയിൽ CPI പോര്. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർക്കെതിരായ മത്സരത്തിൽ നിന്ന് ബിനു ജേക്കബ് പിന്മാറിയില്ല. കൊണ്ടുപിടിച്ച അനുനയ ശ്രമങ്ങൾ പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല എന്നുള്ളതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് ചിത്രം. കൂടുതൽ വിമത ഭീഷണി നേരിടുന്ന കോൺഗ്രസിന് വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരത്തിൽ നിന്ന് ജഷീർ പള്ളിവയലിനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞത് ആശ്വാസമായി. സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ്. എന്നാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർക്കെതിരെയുള്ള മത്സരത്തിൽ നിന്ന് വിമതൻ ബിനു ജേക്കബ് പിൻവാങ്ങിയിട്ടില്ല. വിമതർക്ക് മുന്നറിയിപ്പുമായി കോഴിക്കോട് DCC നേതൃത്വം രംഗത്തെത്തി. 48 മണിക്കൂറിനുള്ളിൽ അവർ മത്സരരംഗത്ത് പിന്മാറി UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പ്രഖ്യാപനം നടത്തണം. വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറികൾക്ക് വേദിയാകുന്നത് ആലപ്പുഴയാണ്. പുന്നമടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പുന്നമട വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അടക്കം 27 പേർ രാജിവെച്ചു. രാമങ്കരിയിൽ LDFനകത്തെ പോര് പരസ്യമായി. CPIയുടെ 5 സ്ഥാനാർത്ഥികൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും. പത്രിക പിൻവലിപ്പിക്കാനുള്ള CPIM ശ്രമം ഫലം കണ്ടില്ല. പരസ്പരം പോർ വിളിച്ച് CPIM ലോക്കൽ സെക്രട്ടറിയും CPI കുട്ടനാട് നോർത്ത് മണ്ഡലം സെക്രട്ടറിയും. CPIയുടെ 6 പേരും ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. CPIക്കാർ ചില പ്രദേശങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ആ മത്സരം കൊണ്ട് അവരുടെ ഇവിടുത്തെ ബലം തെളിയിക്കാൻ അവർക്ക് പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി അവരുടെ ബലം മനസ്സിലാക്കി പിരിഞ്ഞു പൊക്കോളും എന്നുള്ളതാണ്. ആലപ്പുഴ നഗരസഭയിലും CPIമിന് വിമതനുണ്ട്. കോട്ടയം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ UDF വിമത സ്ഥാനാർത്ഥി റെജി M. ഫിലിപ്പോസ് പിന്മാറി. ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് 4 വിമതരാണുള്ളത്. നഗരസഭ മുൻ അധ്യക്ഷ ബീന ജോബിയും വിമത സ്ഥാനാർത്ഥിയാണ്. നെടുങ്കണ്ടം രാജക്കാട് പഞ്ചായത്തുകളിലെ 3 വാർഡുകളിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കും. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്കിൽ 3 കോൺഗ്രസ് വിമതർ പത്രിക പിൻവലിച്ചു. 2 പേർ മത്സരരംഗത്തുണ്ട്. പാലക്കാട് LDFലാണ് പ്രതിസന്ധി. കാവശ്ശേരി പഞ്ചായത്തിൽ LDFന്റെ 2 പത്രികകൾ തള്ളി. തൃത്താലയിലെ 4 പഞ്ചായത്തുകളിൽ CPIM CPI നേർക്കുനേർ പോരാട്ടമാണ്. മണ്ണാർക്കാട് CPIമിനെതിരെ പോരാടാൻ ഉറച്ച് PK ശശി അനുകൂല വിഭാഗം രംഗത്തുണ്ട്. 3 പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളിലും ശ്രീകൃഷ്ണപുരം കാരക്കുറിശി ഡിവിഷനിലും PK ശശി വിഭാഗത്തെ UDF പിന്തുണയ്ക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. സംസ്ഥാനത്ത് കൊല്ലമൊഴികെയുള്ള എല്ലാ കോർപ്പറേഷനുകളിലും മുന്നണികളെ അലട്ടി വിമതശല്യം. തൃശൂർ കോർപ്പറേഷനിൽ 3 മുന്നണികളും വിമത ഭീഷണി നേരിടുന്നുണ്ട്. തിരുവനന്തപുരത്ത് LDFനും UDFനും വിമതരുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തിരുവനന്തപുരം കോർപ്പറേഷനിലെ 5 വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. കൊച്ചിയിൽ UDFനെയും BJPയും വിമതർ പ്രതിസന്ധിയിലാക്കി. കോഴിക്കോട്ടും കണ്ണൂരിലും UDFന് മാത്രമാണ് വിമതശല്യം. സംസ്ഥാനത്തെ 6 നഗരസഭകൾ 5ഇടത്തും മുന്നണികൾക്ക് ഭീഷണിയുയർത്തി വിമതർ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി കഴിഞ്ഞിട്ടും എല്ലാവരെയും പിന്മാറ്റാൻ മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ UDFന് 7ഉം LDFന് 5ഇടത്തും വിമതരുണ്ട്. ഉള്ളൂർ, ചെമ്പഴന്തി, വാഴൂട്ടുകോണം, കാച്ചാണി, വിഴിഞ്ഞം വാർഡുകളിലാണ് CPIമിന്റെ വിമതർ മത്സരിക്കുന്നത്. ഉള്ളൂർ, ആറ്റിപ്ര, പൗണ്ടുകടവ്, വിഴിഞ്ഞം, പുഞ്ചക്കരി, കഴക്കൂട്ടം, മണ്ണന്തല വാർഡുകളിലാണ് UDF വിമതർ മത്സരരംഗത്തുള്ളത്. പൗണ്ടുകടവിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെയാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവ് മത്സരിക്കുന്നത്. UDFിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കുന്നതും തിരുവനന്തപുരം നഗരസഭയിൽ UDFന് ഭീഷണിയാണ്. പാളയം, കഴക്കൂട്ടം, ഫോർട്ട്, സൈനിക സ്കൂൾ, വിഴിഞ്ഞം വാർഡുകളിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ 8ഇടത്ത് UDFന് വിമത സ്ഥാനാർത്ഥികളുണ്ട്. ഇതിലൊരാൾ മുസ്ലിം ലീഗിന്റെ വിമതയാണ്. കൊച്ചിയിലെ ചെറളായി വാർഡിൽ BJPക്കും വിമതനുണ്ട്. തൃശൂർ കോർപ്പറേഷനിൽ 10ഇടത്താണ് വിമത സാന്നിധ്യം. UDFനെതിരെ 6ഇടത്ത് വിമതർ മത്സരിക്കുമ്പോൾ LDFനെതിരെ 4ഇടത്തും BJPക്കെതിരെ 1ഇടത്തും വിമതൻ മത്സരരംഗത്തുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന് 2 വാർഡുകളിൽ വിമതരുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ UDF മേയർ സ്ഥാനാർത്ഥിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിക്കും വിമത ഭീഷണിയുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് റിജുൽ മാക്കുറ്റിക്കെതിരെയും കണ്ണൂർ നഗരസഭയിലെ ആദ്യകടലായി വാർഡിൽ വിമത സ്ഥാനാർത്ഥിയുണ്ട്. കൊല്ലം നഗരസഭയിൽ മാത്രമാണ് വിമത സാന്നിധ്യമില്ലാത്തത്. കൊല്ലത്ത് UDFന് വിമത ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും ചർച്ചയിലൂടെ പരിഹരിക്കുകയായിരുന്നു. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ 14ഇടത്ത് LDFനെതിരില്ല. ആന്തൂർ നഗരസഭയിലും കണ്ണപുരം, മലപ്പട്ടം പഞ്ചായത്തുകളിലെ വാർഡുകളിലുമാണ് എതിരാളികളില്ലാത്തത്. ഇവിടെ CPIM ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. എന്നും ചുവപ്പായി നിൽക്കുന്നു.
കണ്ണപുരം പഞ്ചായത്തിൽ മാത്രം 6 LDFന് എതിരില്ലാത്തത്. 2 വാർഡുകളിൽ മറ്റാരും സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. 10ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു. 1ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെയും 8ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയുടെയും പത്രിക ഇന്ന് പുനർസൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ആന്തൂർ നഗരസഭയിൽ 5 ഇടങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയമുറപ്പിച്ചു. മൊറാഴ, പൊടിക്കുണ്ട് വാർഡുകളിൽ നേരത്തെ തന്നെ എതിരാളികളില്ലായിരുന്നു. തളിയിൽ, കോടല്ലൂർ വാർഡുകളിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. 5ാം പീടികയിലെ UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. CPM വധഭീഷണി ഉയർത്തിയാണ് സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറോട് പ്രധാനപ്പെട്ട ആളുകൾ വിളിച്ചു പറയുകയാണ് സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് റിട്ടേണിംഗ് ഓഫീസർമാരെ വരെ മുകളിൽ നിന്ന് പറഞ്ഞു നിയന്ത്രിക്കുക. എന്നാൽ വ്യാജ ഒപ്പിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഗതികേടിലാണ് UDF എന്ന് CPM തിരിച്ചടിച്ചു. ആ പട്ടിക തള്ളാൻ വേണ്ടിയിട്ട് കാരണമായിട്ട് റിട്ടേണിംഗ് ഓഫീസർ കണ്ടത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ തന്നെ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ ഹാജരായിട്ട് നേരത്തെ ഞാനല്ല ഒപ്പിട്ടിട്ടുള്ളത് എന്നത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവർ ഇവിടെ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ ഹാജരായിട്ട് ഞാനല്ല ഒപ്പിട്ടിട്ടുള്ളത്, ഞാൻ നിർദ്ദേശിച്ച ആളെ ഞാൻ പിൻവലിക്കുന്നു എന്നതിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തുകയും അത് നാമനിർദ്ദേശക പത്രിക തള്ളുകയുമാണ് ചെയ്തിട്ടുള്ളത്. മലപ്പട്ടത്ത് 3 LDF സ്ഥാനാർത്ഥികൾക്കെതിരില്ലാത്തത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 18 ഇടങ്ങളിലായിരുന്നു കണ്ണൂരിൽ LDF എതിരില്ലാതെ ജയിച്ചത്. 24 കണ്ണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക പുറത്തിറക്കിയ UDF ചരിത്രത്തിലാദ്യമായി എല്ലാ വാർഡുകൾക്കും ഉപാധിരഹിത വികസന ഫണ്ട് നൽകുമെന്ന് വാഗ്ദാനമുണ്ട്. ആശാ വർക്കേഴ്സിന് 2000 രൂപ പ്രതിമാസ അലവൻസ്. തിരുവനായ ശല്യത്തിന് പരിഹാരം കാണുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി UDFന്റെ പ്രകടന പത്രിക. ആശാ വർക്കർമാർക്ക് പ്രതിമാസം 2000 രൂപ പ്രത്യേക അലവൻസ്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പഞ്ചായത്ത് തലത്തിൽ പദ്ധതികൾ. തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറോ വേസ്റ്റ് അടക്കം ജനപ്രിയ വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത്. വീടില്ലാത്തവർക്ക് പ്രത്യേക താമസ സൗകര്യം ഒരുക്കുമെന്നും വീട് നിർമ്മിക്കുന്നതുവരെ വാടകയ്ക്ക് വീടൊരുക്കുമെന്നും പത്രികയിൽ പറയുന്നു. സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് വാഗ്ദാനങ്ങൾ. തെരുവുനായ ശല്യത്തിനെതിരെ പദ്ധതികൾ. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സ്ക്വാഡ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ആശ്രയ 2 നവീകരിച്ച് നടപ്പിലാക്കും തുടങ്ങിയവയാണ് ശ്രദ്ധേയ പ്രഖ്യാപനങ്ങൾ. നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളത് മാത്രമാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതിൽ നടപ്പാക്കാൻ പറ്റാത്ത യാതൊന്നും കൊള്ളിച്ചിട്ടില്ല. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പദ്ധതി. സീറോ വേസ്റ്റ്, അതാണ് UDFന്റെ ലക്ഷ്യം. ഗതാഗതവും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 6 കോർപ്പറേഷനുകളിൽ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവിനെ കൂടാതെ KPCC അധ്യക്ഷൻ UDF കൺവീനർ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. 24 കൊച്ചി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കുരുക്കായി ലൈംഗിക പീഡന ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്നതിന്റെ ശബ്ദരേഖാ സന്ദേശവും വാട്സാപ്പ് ചാറ്റും ഉൾപ്പെടെ പുറത്തുവന്നു. ഓഡിയോ നിഷേധിക്കാത്ത രാഹുൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് പുറത്തുവന്ന പുതിയ തെളിവുകൾ. പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതിനൊപ്പം അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ഓഡിയോയിൽ വ്യക്തം. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് കഴിഞ്ഞ ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകല്ലോ. പെൺകുട്ടി വൈകാരികമായപ്പോൾ നാടകം കളിക്കരുതെന്നാണ് രാഹുൽ പരിഹസിക്കുന്നത്. എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും. ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടം. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പെൺകുട്ടിയെ ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്നതാണ് വാട്സപ്പ് ചാറ്റിൽ. ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും പുറത്തു വന്നിട്ടും പഴയ ന്യായീകരണം ആവർത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പൊ ഈ ഓഡിയോ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഇപ്പോൾ വന്നത്? അത് ആർക്കും മനസ്സിലാകാത്ത ആ വ്യക്തത ഞാൻ വരുത്തുമെന്ന് പറഞ്ഞല്ലോ. ആ വ്യക്തത വരുത്തേണ്ടുന്ന സമയത്ത് ഞാൻ വരുത്തും. നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാനിരിക്കുന്നു, എന്റെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം വരാനിരിക്കുന്നു, അതിനൊക്കെ സമയമുണ്ടല്ലോ. എന്തിനു തിരക്കുകൂട്ടുന്നു? പെൺകുട്ടി പരാതി നൽകുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ നടപടിയെടുത്താൽ നിലവിലെ പാർട്ടി അച്ചടക്ക നടപടി കടുപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ശബ്ദരേഖ താൻ കേട്ടിട്ടില്ല എന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. രാഹുലിനൊപ്പം വേദി പങ്കിട്ടപ്പോൾ പ്രതികരിക്കാതിരുന്നത് വിദ്യാർത്ഥികളെ ഓർത്തെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ തെളിവ് സഹിതം നടപടിയെടുത്താൽ അടുത്ത നടപടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കലാണെന്ന് കെ മുരളീധരൻ. കൂടുതൽ തെളിവുകൾ ലഭിച്ച് മറ്റ് ആക്ഷനിലേക്ക് പോകുമ്പോൾ സസ്പെൻഷൻ പുറത്താക്കലാവും. പക്ഷേ ഇപ്പോൾ അതിന് തക്കവണ്ണം ഒരു ആക്ഷനും ഗവൺമെന്റ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പുതിയ ശബ്ദരേഖ താൻ കണ്ടിട്ടില്ലെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഒളിച്ചു കളിക്കുന്നെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒളിച്ചുകളിയാണ്. രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്ന് കോൺഗ്രസ് നേതൃത്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും നാടകം മാത്രമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ സംശയങ്ങളുണ്ടെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. രാഹുൽ മാങ്കൂട്ടത്തിലെ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്യണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതിൽ അതൃപ്തി പ്രകടമാക്കി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. രാഹുൽ പാർട്ടിക്ക് പുറത്താണ്, പിന്നെ പ്രവർത്തിക്കുന്നത് ശരിയല്ല. ഒരു ഘട്ടത്തിലും ആരും രാഹുലിനെ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല 24നോട് പറഞ്ഞു. അത് പ്രവർത്തിപ്പിക്കുന്നത് ശരിയുമല്ല. കാരണം ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നേരിൽ പാർട്ടി നടപടി സ്വീകരിച്ചു, പാർട്ടിയിലില്ല. പാർലമെന്ററി പാർട്ടി നടപടി സ്വീകരിച്ചു, പാർലമെന്ററി പാർട്ടിയിലില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ നയം ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അദ്ദേഹം പാർട്ടിയുടെ ഒരു ഘടകത്തിലും ഇപ്പോൾ പ്രവർത്തിക്കേണ്ട ഒരാളല്ല. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് തീരുമാനിക്കും. ഒരു തവണ പോലും ഒരു വ്യക്തി പോലും അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്നോ ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകിയ SIT മുൻ ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസിനെയും N. വിജയകുമാറിനെയും ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്ന കത്ത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് തനിക്ക് നൽകിയതെന്ന് A. പത്മകുമാർ മൊഴി നൽകിയെന്നാണ് വിവരം. A. പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ അന്വേഷണം സുപ്രധാനമായ വഴിത്തിരിവിലേക്ക് എത്തുമെന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. ഇതോടെ പത്മകുമാറിന്റെയും N. വാസുവിന്റെയും വിദേശ ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കുകയാണ് SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാറും N. വാസുവും വിദേശയാത്ര നടത്തിയോ എന്നും SIT സംശയിക്കുന്നുണ്ട്. ഇരുവരുടെയും പാസ്പോർട്ട് SIT പിടിച്ചെടുത്തിട്ടുണ്ട്. താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടെന്നാണ് പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്ന കത്ത് അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് തനിക്ക് നൽകിയതെന്നും പത്മകുമാർ മൊഴി നൽകിയതായാണ് വിവരം. ഇതിൽ പത്മകുമാർ എന്തെങ്കിലും തെളിവ് നൽകുമോ എന്നതും കേസിൽ നിർണായകമാകും. 2019 ബോർഡ് അംഗങ്ങളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിൽ മാപ്പുസാക്ഷിയാക്കാനാണ് SIT ആലോചിക്കുന്നത്. ഇവരെ മാപ്പുസാക്ഷിയാക്കിയാൽ കേസിൽ പത്മകുമാറിനെതിരായ തെളിവ് ശക്തമാക്കാൻ കഴിയും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനിരയായ നടൻ ജയറാമിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്താനാണ് SITയുടെ തീരുമാനം. പത്തനംതിട്ട CPIM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പത്മകുമാറിനെതിരെ പാർട്ടിയും വൈകാതെ കടുത്ത നടപടിയെടുത്തേക്കും. 24 തിരുവനന്തപുരം. വിഖ്യാത ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര ഇനി ഓർമ്മ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. ഒരു യുഗം അവസാനിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. 90ാം പിറന്നാളിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബോളിവുഡിലെ ഹീമാൻ വിടവാങ്ങി. ഉച്ചയോടെയാണ് മരണവിവരം കുടുംബം അറിയിച്ചത്. കഴിഞ്ഞ മാസം അവസാനമാണ് ശ്വാസതടസ്സമടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ധർമ്മേന്ദ്രയെ മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വന്നു. വീട്ടിലും ഇതേ സൗകര്യം ഒരുക്കിയാണ് ഒരാഴ്ച മുമ്പ് ആശുപത്രി വിട്ടത്. വിലേപാർലയിലെ ശ്മശാനത്തിൽ ഉച്ചയ്ക്ക് 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കുടുംബാംഗങ്ങൾക്കൊപ്പം നടന്മാരായ ആമിർ ഖാൻ, അക്ഷയ് കുമാർ, ആദിത്യ കപൂർ, ഷബാന ആസ്മി തുടങ്ങി പ്രമുഖരുടെ നീണ്ട നിര അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ഒരു യുഗാവസാനമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തിയത്. പകരക്കാരനില്ലാത്ത പ്രതിഭയാണ് വിടവാങ്ങിയതെന്ന് ഉപരാഷ്ട്രപതി അനുശോചിച്ചു. രാഷ്ട്രീയ, സിനിമാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അനുശോചിച്ചു. 24 മുംബൈ. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 2027 ഫെബ്രുവരി 9 വരെയാണ് ചീഫ് ജസ്റ്റിസ് പദവിയിൽ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കാലാവധി. मैं सूर्यकांत
जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूं। ഹരിയാനയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ജസ്റ്റിസ് സൂര്യകാന്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരും പങ്കെടുത്തു. ഹരിയാന ഹിസാർ ജില്ലയിലെ സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ജനനം. ബെഞ്ചില്ലാത്ത സ്കൂളിൽ നിന്ന് പഠനം ആരംഭിച്ച ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന ഭരണഘടനാ ബെഞ്ചിനെ നയിക്കാൻ ഒരുങ്ങുകയാണ്. 2018 ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി. 2019 മെയ് 24 ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തപ്പെടുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്ര തീരുമാനം ശരിവച്ചതുൾപ്പെടെ ഒട്ടേറെ സുപ്രധാന വിധികൾ പറഞ്ഞ ബെഞ്ചുകളിലെ അംഗമായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത്. ആർ അച്യുതൻ, 24, ഡൽഹി. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തേകാൻ INS മാഹി. മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ പുത്തൻ യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തു. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് INS മാഹി നിർമ്മാണം പൂർത്തിയാക്കിയത്. സമുദ്രത്തിലെ നിശബ്ദ വേട്ടക്കാരൻ നാവികസേനയുടെ ഭാഗമായി കേരള തീരത്തെ മാഹിയുടെ പേരിലാണ് പുതിയ അവതാരപ്പിറവി. ഉറുമിയാണ് ചിഹ്നം. വെസ്റ്റേൺ നേവൽ കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ സേനാ വിഭാഗങ്ങളുടെ ഒരുമിച്ചുള്ള പ്രയത്നമാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടതെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടുന്ന ഹങ്കൂർ മുങ്ങിക്കപ്പലുകളടക്കം പുതിയ വെല്ലുവിളികളുണ്ട്. ഇതുകൂടി മുന്നിൽ കണ്ടാണ് കൂടുതൽ പ്രതിരോധ കപ്പലുകൾ ഇന്ത്യ നിർമ്മിക്കുന്നത്. മാഹി ക്ലാസിൽ 8 കപ്പലുകളാണ് ആകെ നിർമ്മിക്കുന്നത്. 3 മാസത്തിനകം അടുത്തതും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയാകും. ഏതാണ്ട് 90% തദ്ദേശീയമായാണ് നിർമ്മാണം. തീരത്തോട് ചേർന്നാണ് മാഹിയുടെ സേവനം കൂടുതൽ ഉപയോഗപ്പെടുത്തുക. മുങ്ങിക്കപ്പലുകളെ ആക്രമിക്കുക, മൈനുകളെ നശിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രാഥമികമായി ചുമതലകൾ. അങ്ങനെ ഇന്ത്യൻ നാവികസേനയുടെ ആവനാഴിയിൽ കേരളത്തിൽ നിർമ്മിച്ച, കേരളത്തിൽ നിന്നുള്ള പേരുകാരനായ ഒരു സൂത്രശാലിയായ യോദ്ധാവ് കൂടി എത്തിയിരിക്കുന്നു. INS മാഹിയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. SIR ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യാ ഭീഷണി ഉയർത്തിയ കോട്ടയം മുണ്ടക്കയത്തെ BLO ആന്റണിയെ ആശ്വസിപ്പിച്ച് കോട്ടയം ജില്ലാ കളക്ടർ. BLOമാർക്ക് ആവശ്യത്തിന് വിശ്രമം അനുവദിക്കുമെന്ന് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ പറഞ്ഞു. വിഷയത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ഇടപെട്ടു. ഈ അടിമപ്പണി ദയവായിട്ട് നിർത്തണം. സമനിലയും മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട് ഞാൻ അന്നെങ്കിൽ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കൊല്ലും. ഇന്നലെ രാത്രിയിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെട്ട BLOമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മുണ്ടക്കയം സ്വദേശിയായ ആന്റണി അയച്ച ശബ്ദ സന്ദേശമാണിത്. ഇത് ചർച്ചയായതോടെ ജില്ലാ കളക്ടർ നേരിട്ടിടപെട്ടു. റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ റെസ്റ്റ് കൊടുക്കാം. അദ്ദേഹത്തെ കൂടുതൽ ഒരു മെയിൻ പവറിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം. BLOമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ക്യാമ്പ് സംഘടിപ്പിക്കാൻ വിഷയത്തിലിടപെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ നിർദ്ദേശം നൽകി. ഒരാൾക്ക് പ്രയാസം വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. BLOക്കുള്ള ഒരു ടാർഗറ്റ് ഇല്ല, അവർ ചെയ്യേണ്ട ഒരു ജോലി BLOയുടെ ജോലി മാത്രമല്ല, നമ്മുടെ ഒരു കൂട്ടായ്മ പ്രവർത്തനമാണ്. അത് BLOയുടെ ടാർഗറ്റ് ആണെങ്കിൽ അത് സിഒയുടെ ടാർഗറ്റാണ്, അത് DOയുടെ ടാർഗറ്റ് കൂടിയാണ്. സോ അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ആന്റണിയെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നേരിൽ കണ്ടു. ജോലിയിൽ സജീവമായി ഉണ്ടാകുമെന്ന് ആന്റണി ഉറപ്പു നൽകിയതായാണ് വിവരം. 24 കോട്ടയം. ഇനി ശബരിമല വാർത്തകളിലേക്ക്. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. co-sponsored by BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്കാണിന്ന്. ഇതുവരെ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 85,000 കടന്നു. 10,000-ന് മുകളിൽ ഭക്തരാണിന്ന് സ്പോട്ട് ബുക്കിംഗ് നടത്തിയത്. തീർത്ഥാടകരുടെ എണ്ണം കൂടിയെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. സീസൺ തുടങ്ങി ഇതുവരെ എത്തിയ ഭക്തരുടെ എണ്ണം 7.5 ലക്ഷം പിന്നിട്ടു. സന്നിധാനത്തെ ഓരോ ദിവസത്തെയും തിരക്കിനനുസരിച്ചാണ് സ്പോട്ട് ബുക്കിംഗ്. ആദ്യ ദിനങ്ങളിൽ ഇതര സംസ്ഥാനത്തു നിന്ന് തീർത്ഥാടകരായിരുന്നു അധികമെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണവും വർദ്ധിച്ചു. തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് നാളെ സ്പോട്ട് ബുക്കിംഗ് എണ്ണം 5,000-ആയി നിജപ്പെടുത്തി. വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി 70,000 ഭക്തർക്ക് ദർശനം നടത്താം. പാകിസ്ഥാനിലെ പെഷവാറിലെ അർദ്ധസൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്തിന് നേരെ ചാവേറാക്രമണം. ആക്രമണത്തിന് ശേഷമുണ്ടായ വെടിവെപ്പിൽ 3 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 5 സൈനികർ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ തെഹ്രീക്ക് താലിബാൻ എന്നാണ് സൂചന. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.